പോകുന്നത് വെനസ്വേലയിലേക്കാണ്. വെനസ്വേലയിൽ വ്യാപകമായ നാശം വിതച്ചുകൊണ്ട് വൻ ഭൂചലനം സംഭവിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചിട്ടുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വിവിധ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വി വിനോദാണ് വിശദാംശങ്ങൾ. വിനോദ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ ആദ്യം മനസ്സിലായത് 10,000-ഓളം മരണം എന്നുള്ളതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളതും, നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പോലും സുനാമി മുന്നറിയിപ്പും കൂടി വരുന്ന സാഹചര്യത്തിൽ നിലവിൽ എത്ര തവണയാണ്, ഇപ്പൊ 2 തവണയാണ് ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നത്. നിലവിൽ ശാന്തമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോഴും ഭൂചലനത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 2 തുടർ ചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. 7.2, 7.5 ഈ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കണക്കുകളും പുറത്തു വരുന്നില്ല. അവിടുത്തെ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പൂർണ്ണമായ ചിത്രം പുറത്തു വരേണ്ടതുണ്ട്. ഏതാണ്ട് 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചിട്ടുണ്ടാകാം എന്ന പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ഒഴിച്ച് മറ്റ് ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല. US-ന്റെ ജിയോളജിക്കൽ സർവേ അവരുടെ ഒരു അറിയിപ്പ് പ്രകാരമാണ് ഇത്തരമൊരു വലിയ ദുരന്തം, ഒരു മഹാദുരന്തം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയേക്കാം എന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പകൽ സമയമായിരുന്നില്ല ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീവ്രത എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം മനുഷ്യരെ ബാധിച്ചു, മറ്റ് സ്വത്തുവകകളെ ബാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്യൂർട്ടോറിക്കോയ്ക്കും വിർജിൻ ദ്വീപുകൾക്കുമാണ് US ഇപ്പോൾ ഒരു ഇങ്ങനെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാരക്കാസിന് സമീപമുള്ള അൽത്തമിറ, സാൻ ബാർഡിനോ തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി. അവിടെയും ധാരാളം വീടുകൾ തകരുന്ന നിലയുണ്ടായി. ഇങ്ങനെ വലിയൊരു ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ജനങ്ങൾ ഈ ഭൂചലനം ഉണ്ടായതോടുകൂടി തന്നെ വീടുകളിൽ നിന്ന് തെരുവുകളിലേക്ക് ഓടി മാറുന്ന സാഹചര്യമായിരുന്നു. അവർ പ്രാണരക്ഷാർത്ഥം അങ്ങനെ പുറത്തേക്ക് ഓടുന്ന സാഹചര്യം. തുടരെ ഉള്ള ചലനങ്ങളായതുകൊണ്ട് തന്നെ വലിയ ആഘാതം ഈ പ്രദേശങ്ങൾക്ക് നേരിടേണ്ടിയും വന്നു. ആശുപത്രികളിലൊക്കെ തന്നെ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടിയന്തര രക്ഷാപ്രവർത്തനം നടക്കുന്നു. നമുക്കറിയാം, വെനസ്വേലയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ മർഡോ അമേരിക്ക കീഴ്പ്പെടുത്തുകയും അവരുടെ പ്രസിഡന്റിനെ അമേരിക്ക കീഴ്പ്പെടുത്തുകയും പിന്നീട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം വെനസ്വേലയിൽ നിലനിൽക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ US-നാണ് അവിടെ വലിയ ആധിപത്യമുള്ളത്. അമേരിക്ക ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുൻപാണ് ഫിലിപ്പീൻസിൽ ഇങ്ങനെ ഭൂചലനം ഉണ്ടായത്. അതിനു മുൻപും വിവിധ പ്രദേശങ്ങളിൽ, ഇന്തോനേഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് വന്നതും ഒക്കെ തന്നെ നമ്മൾ ലൈവായി ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒരുപക്ഷെ വെനസ്വേലയിൽ അത്ര കണ്ട് അങ്ങനെ അപകടകരമായ രീതിയിൽ വലിയ ഭൂചലനങ്ങൾ നേരത്തെ തുടരെ ഉണ്ടാകാറില്ലെങ്കിലും ഇപ്പോഴത്തേത് വലിയൊരു ഭൂചലനം തന്നെയാണ്. അവിടെ ഉണ്ടായ നാശനഷ്ടത്തെക്കുറിച്ചുള്ള കണക്കുകളിലാണ് വലിയ അവ്യക്തത നിലനിൽക്കുന്നത്. എത്ര പേർ മരിച്ചു, എത്ര പേർ മണ്ണിനടിയിലുണ്ട്, അവരുടെ സംഖ്യ എത്ര എന്നത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായൊരു വിവരം പുറത്തു വന്നിട്ടില്ല. ഹരി. അതാണ്, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ തന്നെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് വെനസ്വേലയിൽ സംഭവിച്ചിരിക്കുന്നത്. വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ അടിക്കടി അങ്ങനെ സംഭവിക്കുന്ന സ്ഥലമൊന്നുമല്ല, പ്രദേശമേ അല്ല കാരക്കാസൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ അവിടെ ഒരു ഭൂചലനം സംഭവിക്കുമ്പോൾ അതിൽ ഇനിയും പുറത്തു വരേണ്ടത് കണക്കുകളാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണിയോടുകൂടി, ലോക്കൽ ടൈം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. തെരുവുകളിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടുകയും ഒളിക്കുകയും സ്വന്തം പെറ്റ്സിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും കൂടെ ഉണ്ടവരെ കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ വളരെ ഭീകരമായ ദൃശ്യം ഒക്കെ തന്നെയാണ് വരികയും ചെയ്തത്. എന്തായാലും അവിടെയുള്ള പ്രദേശവാസികൾ പലരും പറയുമ്പോൾ പോലും പലരും പ്രാണരക്ഷാർത്ഥം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെട്ടിടങ്ങളിലുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പലർക്കും പറ്റി. എന്നാൽ പക്ഷേ ഏറ്റവും ഉയർന്ന ചോദ്യം, വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം, ഈ കെട്ടിടങ്ങളുടെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. കാരണം അത്രയും ശക്തമായ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര പേരാണ് ഇതിന് കുടുങ്ങിക്കിടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. വിനോദ്, അത് തന്നെയാണല്ലോ, വെനസ്വേലയിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഭൂചലനങ്ങളൊന്നും സംഭവിക്കുന്ന സ്ഥലമല്ല. അതൊരു അൺയൂഷ്വൽ രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അപ്പോൾ സംഭവിക്കുമ്പോൾ ഇത്രയും വലിയ തീവ്രതയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ആദ്യത്തെ ചോദ്യം ആണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പുകൾ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ ഭൂചലനം സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട്?
ഇത് തുടരെയുള്ള ചലനങ്ങളായിരുന്നു. മാത്രമല്ല 7-ന് മുകളിലേക്ക് തീവ്രത പോയാൽ നമുക്കറിയാം, 7-ന് മുകളിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും വലിയ അപായങ്ങൾ സംഭവിക്കാറുണ്ട്. വെനസ്വേലയെ സംബന്ധിച്ച് ബഹുനില കെട്ടിടങ്ങളൊക്കെ ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. അതേസമയം നമ്മൾ ജപ്പാൻ പോലുള്ള പ്രദേശങ്ങൾ നോക്കിയാൽ അവിടെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, കാരണം തുടർച്ചയായി ഇങ്ങനെ ഭൂചലനം അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടങ്ങളിലൊക്കെ തന്നെ ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ നിർമ്മിതികൾ കുറച്ചുകൂടി ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളായിരിക്കും. പക്ഷേ അങ്ങനെ വലിയ തോതിൽ ഭൂചലനം എപ്പോഴും അനുഭവപ്പെടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ആ തരത്തിലായിരിക്കില്ല അവർ അങ്ങനെ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലൊക്കെ മുൻകൂട്ടിയുള്ള ഒരു നടപടി ആയിരിക്കില്ല. മാത്രമല്ല ഈ ഭൂചലനം അങ്ങനെ പ്രതീക്ഷിക്കാത്ത പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതുമായിരിക്കും. ആ തരത്തിൽ തന്നെയാണ് ഇത്. മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സുരക്ഷാ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US-ന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ജിയോളജിക്കൽ സർവേ അവരുടെ സംവിധാനം ആണ് ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിടുന്നത്. സന്ധ്യ കഴിഞ്ഞതോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ഇരുട്ട് വീഴുന്നതോടുകൂടി തന്നെ ദുഷ്കരമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ വളരെ പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇതും ഈ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്ര പേർ മണ്ണിനടിയിലായി അല്ലെങ്കിൽ അപകടപ്പെട്ടു, കൂടുതൽ മണിക്കൂറുകൾ അവർക്ക് അങ്ങനെ അപകടത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് മാറാതെ കഴിയേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ വ്യാപ്തി കൂട്ടുന്നതാണ്. ഏതായിരുന്നാലും 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചിട്ടുണ്ടാകാമെന്ന ചില വിവരങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഈ സുനാമി മുന്നറിയിപ്പ്, അത് മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യമായും അവശേഷിക്കുന്നുണ്ട്. വിർജിൻ ദ്വീപുകൾക്കും പ്യൂട്ടോ റിക്കോയ്ക്കുമൊക്കെയാണ് ഇപ്പോൾ ഈ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അവിടെ മുന്നറിയിപ്പുണ്ട്. അവിടെ നിന്ന് ജനങ്ങളെ പരമാവധി ഒഴിപ്പിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള സംവിധാനങ്ങൾ. മാത്രമല്ല കാരക്കാസിന് സമീപമുള്ള അൽത്തമിറ, സാൻ ബാർഡിനോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ വലിയ മന്ദിരങ്ങളുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുകയും അവിടെ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി ഇനി വരും മണിക്കൂറുകളിലായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ഹരി. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ്. 10,000 മുതൽ 1,00,000 പേർ വരെ മരണപ്പെട്ടേക്കാനുള്ള സാഹചര്യം വരുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഭീകരതയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ US-ന്റെ സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമ്പോഴേക്കും വെനസ്വേല കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ടിട്ടുള്ള ഇതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതും ഒരു മിനിറ്റിൽ തന്നെ തുടർച്ചയായ 2 വട്ടം, ഒന്ന് 7.1 മറ്റൊന്ന് 7.5 തീവ്രതയിലുമാണ് റിക്ടർ സ്കെയിലിൽ ഈ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പുള്ള സാധ്യതയും വെനസ്വേലയിൽ നിൽക്കുകയാണ്. ഏതായാലും ശക്തമായ രീതിയിൽ, പ്രത്യേകിച്ച് അവിടെ വൈകുന്നേരമാണ്, ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് അവിടെ ഈ ഭൂചലനം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം രാത്രിയിലാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ ഭീകരത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ചുമുള്ള ഔദ്യോഗികമായ കണക്കുകൾ കിട്ടണം. മരണപ്പെട്ടവരുടെ എണ്ണം കിട്ടേണ്ടതുണ്ട്. പക്ഷേ 10,000 മുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. അത് 1,00,000 വരെ നീങ്ങാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്കും കൂടി നീങ്ങുകയാണ്. എന്തായാലും വെനസ്വേല ഒന്ന് ഇരിക്കുമ്പോഴേക്കും കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനമാണ് എന്നതുകൂടി എടുത്തു പറയണം. ഈ സാധാരണ ഈ ഭൂചലനങ്ങൾ വെനസ്വേലയിൽ എത്ര അൺയൂഷ്വലാണ്, അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.